പ്രിയ പ്രേക്ഷകർക്ക് ക്രിമിനോളജി സീരീസിലേക്ക് സ്വാഗതം. ക്രിമിനോളജി സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ നാം ഇന്ന് വിശകലനത്തിനെടുക്കുന്നത് മിഹിർ അഹമ്മദ് എന്ന ബാലൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച കേസാണ്. ജനുവരി 15 2025 മിഹിർ അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ 26ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യയെക്കുറിച്ചിട്ടുള്ള പോലീസിൻ്റെ ഭാഷ്യം, നമ്മുടെ മുന്നിൽ പ്രധാനമായി ഉയർന്നു നിൽക്കുന്ന ഭാഷ്യം, അദ്ദേഹം അതിക്രൂരമായ റാഗിങ്ങിനിരയാക്കപ്പെട്ടുവെന്നും കേൾക്കുമ്പോൾ തന്നെ വലിയ തോതിൽ മനം മടുപ്പിക്കുന്ന രീതിയിലുള്ള അതിക്രമങ്ങൾക്കും ക്രൂരമായ ശാരീരികവും മാനസികവുമായ ആക്രമണത്തിന് വിധേയമായി എന്നുമാണ്. ക്രിമിനോളജി ഫണ്ടമെൻ്റലായിട്ട് ക്രിമിനോളജിയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നിർവചനം, ക്രിമിനോളജി സ്റ്റാർട്ട്സ് ഫ്രം വെയർ ദ ലോ എൻഫോഴ്സ്മെൻറ്റ് എൻഡ്സ് എന്നാണ്. നിയമപാലനം അവസാനിക്കുന്നിടത്തുനിന്നാണ് ക്രിമിനോളജി ആരംഭിക്കുന്നത്. നിയമപാലനത്തിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ലക്ഷ്യം കുറ്റവാളികളെ കണ്ടെത്തുന്നതാണെങ്കിൽ, ക്രിമിനോളജിയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള കൺസേൺ ഒരാളെ കുറ്റവാളിയാക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കുക എന്നും അത്തരം സാമൂഹിക സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിൽ നിന്നോ അല്ലെങ്കിൽ അവയെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നോ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിമിനോളജിയുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് ഒരാളെ കുറ്റവാളിയാക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളെ തിരിച്ചറിയുക, അവയെ നിർമ്മാർജ്ജനം ചെയ്യുക, അതോടൊപ്പം തന്നെ കുറേയും കൂടിയും ഹെൽത്തിയായ, കുറേയും കൂടിയും നൈതികമായ ഒരു സമൂഹത്തെ നിർമ്മിക്കുക എന്നുമാണ്. സോ മിഹിർ അഹമ്മദിൻ്റെ കേസിൽ ഫണ്ടമെൻ്റലായി നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹം അതിക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടു എന്നാണ്. റാഗിങ്ങിൻ്റെ എല്ലാം രീതിയിലാണ് അദ്ദേഹത്തിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആക്രമണം ഏൽപ്പിക്കപ്പെട്ടത് എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിൻ്റെ ഒരു കോറായ ആ റാഗിങ്ങിൻ്റെ ഒരു കാരണമായി പറഞ്ഞിരുന്നത്, അദ്ദേഹത്തെ വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിറത്തെ മുൻനിർത്തി, ശാരീരിക സവിശേഷതകളെ മുൻനിർത്തി അദ്ദേഹത്തെ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടു എന്നാണ്. ബ്ലാക്ക്, ഒരു നീഗ്രോ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്നും പോലീസിൻ്റെ കേസുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മാതാവായ റജീന PM-ൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഫണ്ടമെൻ്റലായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിൽ 2024 25 2ാം മാസമാകുമ്പോഴേക്കും കേരളത്തിൽ നിറത്തിൻ്റെ പേരിൽ നടന്ന ആക്രമണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അലാമിംഗ് ആയ ഒരു റേറ്റിൽ നിറത്തിനെതിരായി, കറുത്തവർക്കെതിരായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ വെളുത്തവരല്ലാത്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അത് ശാരീരികമായതുണ്ട്, മാനസികമായതുണ്ട്, രണ്ടും ചേർന്നതുണ്ട്, അങ്ങനെ പലതരത്തിൽ ഉള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ ഈ ഒരു പ്രതിഭാസം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മിഹിർ അഹമ്മദിൻ്റെ കേസിലേക്ക് വന്നാൽ, അദ്ദേഹത്തെ നീഗ്രോ എന്ന് വിളിച്ചുകൊണ്ട്, കറുത്തവനെന്ന് വിളിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തെ ആക്രമിച്ചതെന്ന് പോലീസും പറയുന്നുണ്ട്. പോലീസ് റിപ്പോർട്ട് അത് അവലംബിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാവായ റജീനയുടെ സ്റ്റേറ്റ്മെൻറ്റുകളിലാണ്. അവർ അത് ഊന്നി പറയുന്നുണ്ട്. പിന്നീട് ഷെയർ ചെയ്ത പല ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും അക്കാര്യം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു നിറത്തിൻ്റെ പേരിൽ ഉള്ള അധിക്ഷേപവും അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ക്രൂരമായ ശാരീരികവും മാനസികവുമായിട്ടുള്ള റാഗിങ്ങുമാണ് മിഹിർ അഹമ്മദിനെ സൂയിസൈഡിലേക്ക്, ആത്മഹത്യയിലേക്ക് ട്രിഗർ ചെയ്ത കോസ് എന്നാണ് മാതാവായ റജീനയുടെ അവകാശവാദം. പോലീസ് ആ ആംഗിൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ ഊന്നിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം വികസിപ്പിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ബുള്ളിയിങ് ഓർ റാഗിങ് ഓർ ഹേസിങ് എന്നിങ്ങനെ പല രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. മുമ്പ് ഒരിക്കൽ ഇന്ത്യയുടെ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊഫസർ മോഹൻ റാവുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 6 അംഗ സമിതി, ഇന്ത്യൻ UGC
ഇന്ത്യയിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതിൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, പ്രൈവറ്റ് സ്കൂൾസ്, അങ്ങനെ പ്രൈവറ്റും പബ്ലിക്കുമായിട്ടുള്ള അനവധിയായ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ റാഗിങ്ങിനെ കുറിച്ച് പഠിക്കാൻ ഒരു 6 അംഗ സമിതിയെ നിയമിച്ചു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നിയമിച്ചതാണ്. അത് UGC ആണ് അതിനെ ഫണ്ട് ചെയ്യുന്നതും UGCയുടെ മേൽനോട്ടത്തിലാണ് ആ പഠനം പൂർത്തിയാവുന്നത്. അവർ വെച്ച റിപ്പോർട്ട്, പ്രൊഫസർ മോഹൻ റാവു റിപ്പോർട്ട് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. ആ റിപ്പോർട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കേരളത്തിലെയും ഇന്ത്യയിലെ അനവധിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നടക്കുന്ന അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചതിൽ നിന്ന് കിട്ടിയ അനവധിയായ ഫസ്റ്റ് ഹാൻഡ് റെക്കോർഡുകൾ, അത്തരത്തിലുള്ള സാമ്പിളുകളെ മുൻനിർത്തിക്കൊണ്ട് റാഗിങ്ങിൻ്റെ അനവധിയായ വശങ്ങളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് റാഗിങ് എന്ന് പറയുന്നത് ഇത്രയും ജനപ്രിയമായ ഒരു കലാരൂപമായിട്ട് ഇന്ത്യൻ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചില ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ആ റിപ്പോർട്ടുകളിൽ, പ്രൊഫസർ മോഹൻ റാവു റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു വിദ്യാർത്ഥിയോട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് റാഗിങ് എന്ന് പറയുമ്പോൾ ജൂനിയേഴ്സിനോട് ചെയ്യുന്ന ഒരു കലാരൂപമാണ്. ഒരു ജൂനിയറോട് ചെയ്യുന്ന ഈ ഒരു റാഗിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പവർ എക്സർഷൻ്റെ, തങ്ങളുടെ താഴെ നിൽക്കുന്നവർ എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന ഒരു വിഭാഗത്തിന് മേലുള്ള പവറിൻ്റെ, അധികാരത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ സ്ഥാപനമായിട്ടാണ് റാഗിങ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള ക്യാമ്പസുകളിലും, അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്താണെങ്കിലും ശരി, റാഗിങ് ബുള്ളിങ്ങിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഈ ഒരു അധികാരത്തിൻ്റെ സ്ഥാപനമാണ് എന്നുള്ളത് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ബേസിക്കലി റാഗിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തങ്ങളുടെ ദേഷ്യത്തെ മറ്റൊരാളുടെ മേൽ ഇൻഫ്ലിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അൺലീഷ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ, മറ്റൊന്ന് അധികാരത്തിൻ്റെ സ്ഥാപനമാണ്. സ്വാഭാവികമായിട്ട് അധികാരത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അനവധിയായ വഴികളിൽ ഒന്നായിട്ടാണ് റാഗിങ് എന്ന് പറയുന്നത് ഇത്രയും ജനപ്രിയമായ, ഒരുപക്ഷെ ഇത്രയും വ്യാപകമായ ഒരു മോഡസ് ഓപ്പറൻഡിയായി നിലനിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ക്രിമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ ഈ അധികാരത്തിൻ്റെ എക്സർഷൻ എന്ന് പറയുന്നത് റൂൾ ഔട്ട് ചെയ്യപ്പെടാൻ പറ്റാത്ത, ഇൻഫാക്ട് ഇൻഹെറൻ്റായ, ഇൻബിൽറ്റായ അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. പക്ഷെ അതേസമയം തന്നെ അതിനപ്പുറത്തേക്ക് നീളുന്ന വിശകലനങ്ങൾ ക്രിമിനോളജിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാക്കുന്നുണ്ട്. അത് കേസ് ബൈ കേസ് സ്റ്റാറ്റസ് ആയിട്ട്, നമ്മളൊരു കോമൺ മോഡലുകളിലൂടെയല്ല, മറിച്ച് ഓരോ കേസിനെയും സവിശേഷമായി, അതിൻ്റെ ഓരോ ആസ്പെക്റ്റിനെയും സവിശേഷമായി നമ്മൾ പരിശോധിക്കുന്നതിലൂടെ കൂടുതൽ വിശാലമായ, കൂടുതൽ ക്രിട്ടിക്കലായ ഒരു പിക്ചർ നമുക്ക് ഓരോ റാഗിങ്ങിനെ സംബന്ധിച്ചും അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന മനഃശാസ്ത്ര, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു കേസിൽ, മിഹിർ അഹമ്മദിൻ്റെ കേസിൽ, ആ കുട്ടി റാഗ് ചെയ്യപ്പെടും. ഇവിടെ ഫണ്ടമെൻ്റലായിട്ടൊരു റാഗിങ്ങിനെതിരായിട്ട് വലിയ തോതിൽ നിയമപരവും അല്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. കാരണം ആൻറ്റി റാഗിങ് കമ്മിറ്റികളും അതുപോലെ തന്നെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട അനവധിയായ ക്രൈം കണ്ടൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ റാഗിങ് എന്ന് പറയുന്നത് ഒരു തെറ്റാണെന്നും അത് നിയമലംഘനമാണെന്നും അത് നിയമവിരുദ്ധമാണെന്നും ശിക്ഷിക്കപ്പെടുന്ന ഒരു വകുപ്പാണെന്നും അറിയാത്ത ആളുകൾ ഒരുപക്ഷെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, കേരളത്തിൽ വളരെ കുറവായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ, ഇൻ കേസ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറവായിരിക്കും, ഒരു ന്യൂനപക്ഷമായിരിക്കും. പക്ഷെ ഒരേ സമയം എന്തുകൊണ്ടാണ് ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് പിന്നീട് അത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളുടെ, പ്രത്യേകിച്ച് റാഗിങ് പോലുള്ള, പ്രത്യേകിച്ച് വംശീയമായിട്ടുള്ള ആക്രമണമാണ്. കാരണം നിറത്തിൻ്റെ പേരിലാണ് ആക്രമണമെങ്കിൽ അതിന് തീർച്ചയായും അതിനൊരു വംശീയമായ സ്വഭാവമുള്ള ആക്രമണങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വിജിലാൻറ്റി എന്നൊക്കെ പറയുന്ന ചില ആസ്പെക്റ്റ്, എന്ന് പറയുന്ന ഒരു ക്രൈമിൻ്റെ ചില ആസ്പെക്റ്റുകൾ ഈ കേസിൽ നിങ്ങൾക്ക് കാണാം. മോബ് ലിഞ്ചിങ്ങിൻ്റെ ആ ഒരു കേസിൻ്റെ ആസ്പെക്റ്റുകൾ, മോബ് ലിഞ്ചിങ്ങിൻ്റേതായ ഒരു ക്രൈമിൻ്റെ ആസ്പെക്റ്റുകൾ നിങ്ങൾക്ക് ഈ കേസിലും കാണാം. ബിക്കോസ് ഒറ്റക്കല്ല ആക്രമിച്ചത്, കൂട്ടമായിട്ടാണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ പൊതുവെ പ്രവർത്തിക്കുന്ന ഒരു മനഃശാസ്ത്രത്തെ കുറിച്ചിട്ട് വിപുലമായിട്ടുള്ള പഠനങ്ങൾ ആ മേഖലയിൽ നടന്നിട്ടുണ്ട്. അതിൽ നമ്മളൊരു വിഡോസിയസ് എന്ന് പറയുന്ന ഒരു ക്രിമിനോളജിസ്റ്റിൻ്റെ ദ സൈക്കിൾ ഓഫ് വയലൻസ് എന്ന് പറയുന്നൊരു പഠനമുണ്ട്.
സൈക്കിൾ ഓഫ് വയലൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പഠനമാണ് പല അർത്ഥത്തിൽ. അപ്പോൾ അദ്ദേഹം ബ്രിട്ടനിൽ 1975 മുതൽ 80 വരെ ബ്രിട്ടനിൽ ഒരുപക്ഷെ ബ്രിട്ടനെ വിറപ്പിച്ച ഒരു സൈക്കോപാത്തിൻ്റെ ഒരു ഹിസ്റ്ററിയെ മുൻനിർത്തി അദ്ദേഹം അതിൻ്റെ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായി ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറ്റക്കോ ഗ്രൂപ്പായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കോപാത്തുകൾ, പ്രത്യേകിച്ച് വംശീയമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോഷ്യൽ റേസുകൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നവരുടെ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് ഒരു ക്രിമിനോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, അത്തരം ക്രൈം ചെയ്യുന്ന ആളുകൾക്ക്, ഒരു ഒഫൻഡേഴ്സിന് തങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, ഇല്ലീഗലാണ് എന്നറിയാമെങ്കിൽ തന്നെയും അവർ അതിനെ അൺഎത്തിക്കലായിട്ട് മനസ്സിലാക്കുന്നില്ല. നിയമവിരുദ്ധമാണെങ്കിലും അവ ധാർമ്മിക വിരുദ്ധമാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ഒരേ സമയം നിയമവിരുദ്ധവും അതേസമയം തന്നെ ധാർമ്മികമായി സാധൂകരിക്കപ്പെടുന്നതുമായ ഒരു ക്രൈമായിക്കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ സൈക്കോപാത്തുകളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഇത്തരം മോബ്സ് ആണെങ്കിലും ശരി, അവരുടെ ക്രൈമിനെ അൺലീഷ് ചെയ്യുന്നത്, അവർ ക്രൈമിനെ അഴിച്ചുവിടുന്നത്. അതിൻ്റെ ഒരു കാരണമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തങ്ങൾ വിശ്വസിക്കുന്ന ഒരു നാഗരിക അല്ലെങ്കിൽ ഒരു സിവിലൈസേഷണൽ ഒരു സിവിക് ലൈഫിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അനിവാര്യമാണോ, ആവശ്യമാണോ, അല്ലെങ്കിൽ ഒരു അനാവശ്യമല്ലേ എന്ന നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരു മാനസിക ഘടന ഇൻഫാക്റ്റ് ഈ റേസിസ്റ്റ് ആയ അല്ലെങ്കിൽ മോബ് ലിഞ്ചിങ്ങിൻ്റേതായ ക്രൈമുകൾക്കുള്ളതായി CS വിഡോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മിഹിർ അഹമ്മദിൻ്റെ കേസ് സ്പെസിഫിക് ആയിട്ട് എടുത്താൽ, നിങ്ങൾ ചെയ്യുന്ന റാഗിങ് ഒരു ക്രൈമാണെന്ന് അറിയാത്തവരായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ, അത് അങ്ങനെ ഉണ്ടാവില്ല അധികം. പക്ഷെ അതേസമയം തന്നെ നിയമവിരുദ്ധമാണെങ്കിൽ കൂടിയും ധാർമ്മിക വിരുദ്ധമല്ലാത്ത ഒരു പടി കൂടി പറഞ്ഞാൽ ധാർമ്മികമായ ഒരു പ്രവർത്തനമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വംശീയമായുള്ള ആക്രമണങ്ങളെ പൊതുവായി കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് അത്. മിക്കവാറും എല്ലാ വംശീയമായ ആക്രമണങ്ങളിലും ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും. നിയമവിരുദ്ധമാണെങ്കിൽ കൂടി ധാർമ്മികമായ, നിയമവിരുദ്ധം അതേസമയം തന്നെ ധാർമ്മികമായ ഒരു പ്രവർത്തനമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കൺവിക്ഷൻ ഒഫൻഡേഴ്സിൽ അല്ലെങ്കിൽ ആക്രമണകാരികളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച യോർക്ക്ഷയർ റിപ്പറിൻ്റെ കേസ് തന്നെ എടുത്താൽ 13 സ്ത്രീകളെയാണ് അദ്ദേഹം കൊന്നുകളഞ്ഞത്. 7 സ്ത്രീകളെ കൊല്ലാൻ അദ്ദേഹം ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് പ്രോസിക്യൂഷനോട് പിന്നീട് പറഞ്ഞത്, "The women I killed were filth, bastard prostitutes that were littering the streets. I was just cleaning up the space a bit." ഞാൻ കൊന്ന സ്ത്രീകൾ വേശ്യകളും ബ്രിട്ടനിലെ തെരുവുകൾ വൃത്തികേടാക്കുന്നവരും മലിനമാക്കുന്നവരുമായ വേശ്യകൾ മാത്രമായിരുന്നു. ഞാൻ ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യുക, വളരെ തുച്ഛമായ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യുക മാത്രമാണ് ചെയ്തത്, ഒന്ന് വൃത്തിയാക്കുക മാത്രമാണ് ചെയ്തത്. ഈ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ശരിക്ക് ഇത്തരം റേസിസ്റ്റായുള്ള ആക്രമണങ്ങൾ നടത്തുന്നവരിൽ, മോബ് ലിഞ്ചേഴ്സിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇന്ത്യയിലെ ആൾക്കൂട്ടാക്രമണങ്ങൾ അവരൊരിക്കലും തങ്ങൾ ചെയ്തതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിച്ചതാണെന്നോ കൺഫസ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് അവർ ചെയ്യുന്ന ആക്രമണത്തെ വീഡിയോ അവർ തന്നെ ഷൂട്ട് ചെയ്യുകയും നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിൽ വലിയ രീതിയിൽ അഭിമാനിക്കുന്ന, ഈവൻ പൊളിറ്റിക്കൽ സപ്പോർട്ടിലേക്ക് പോലും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന രീതിയിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു പ്രധാന സംഗതിയാണ്. കാരണം ഒരു ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു റാഗിങ് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ചെയ്ത ആളുകളുണ്ടാവും, ഒരു സെറ്റ് ഓഫ് കൾപ്രിറ്റ്സ് ഉണ്ടാവും, അത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസിലെ ഒഫൻഡേഴ്സിനെ കുറിച്ചല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിമിനോളജി ഒരിക്കലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചല്ല. നാം ക്രൈമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ക്രൈം ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം മറ്റൊരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. പറയുന്ന ഞാൻ എന്നെക്കുറിച്ചും കേൾക്കുന്ന നിങ്ങൾ നിങ്ങളെക്കുറിച്ചും. അതുകൊണ്ട് തന്നെ ക്രൈം അതിനെ അനിവാര്യമാക്കുന്ന സാമൂഹിക, സാമ്പത്തിക, മറ്റ് പല രീതിയിലുള്ള അനുകൂല ഘടകങ്ങളെ മനസ്സിലാക്കാതെ, അവയെ ബോധപൂർവം അഭിസംബോധന ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളെ അഭിസംബോധന ചെയ്യാതെ ക്രൈമിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്രൈമിനെ ലഘൂകരിച്ചുകൊണ്ട് കുറേയും കൂടിയും സെക്യൂർഡായ ഒരു സൊസൈറ്റി ആയി തീരാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. സോ
ഇങ്ങനെ നിയമവിരുദ്ധം പക്ഷേ ധാർമ്മികം ഇത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒഫൻഡേഴ്സിനെ, ആക്രമണകാരികളെ ക്രിമിനോളജിയിൽ പൊതുവെ പറയുന്നത് ഹൗസ് ക്ലീനേഴ്സ് എന്നാണ്. അതൊരു ഫ്രേസാണ്, ഹൗസ് ക്ലീനേഴ്സ്. അവരുടെ ആവാസ വ്യവസ്ഥയെ അവർക്ക് ഉതകുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിധത്തിൽ വൃത്തിയാക്കുന്ന, ഒരു സ്വീപ്പ് ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ അത് പറയുന്നുണ്ട്, ഹൗസ് ക്ലീനേഴ്സ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ സവിശേഷമായിട്ട് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് വന്നാൽ, മിഹിറിൻ്റെ കേസിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഹൗസ് ക്ലീനർ മെൻറ്റാലിറ്റി മാത്രമല്ല നമ്മൾ കാണുന്നത്. കാരണം ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും അതിൽ ജാതിയുടേതായ ഒരു എലമെൻ്റ് കൂടി നമ്മൾ സവിശേഷമായി പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ജാതിയെക്കുറിച്ച് നമ്മൾ പറയുക എന്നാൽ ഏതെങ്കിലും ഇപ്പോൾ ബ്രാഹ്മണനെക്കുറിച്ചോ ക്ഷത്രിയരെക്കുറിച്ചോ നമ്മൾ പറയുക എന്നുള്ളതല്ല. മറിച്ച് അംബേദ്കർ പറഞ്ഞതുപോലെ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നാൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കലാണ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് സംസാരിക്കലാണ്. എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് ജാതിയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. ഈ മിഹിർ അഹമ്മദിൻ്റെ കേസിൽ നമുക്ക് സവിശേഷമായി ശ്രദ്ധിക്കാവുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തെ ടോയ്ലറ്റ് ലീക്ക് ചെയ്യാൻ, അതായത് ആ ക്ലോസറ്റ് നക്കാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ക്ലോസറ്റിനുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ തലയെ പിടിച്ച് പൂഴ്ത്തുകയും ശേഷം ഫ്ലഷ് അടിക്കുകയും ചെയ്ത ഒരു ക്രൈം നടന്നതായി അദ്ദേഹത്തിൻ്റെ മാതാവ് പറയുന്നുണ്ട്. ഇറ്റ് വാസ് വൺ ഫോം ഓഫ് റാഗിങ്ങിൻ്റെ ഒരു ഫോമായിട്ട് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ടോയ്ലറ്റ് എന്ന് പറയുന്നത്, ടോയ്ലറ്റ് ലീക്കിങ്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് ടോയ്ലറ്റ് ലീക്കിങ് എന്നുള്ളത് ക്രിമിനോളജിയിലെ വളരെ പരിചിതമായ ഒരു പദമാണ്. ശരിക്ക് ഫോഴ്സ്ഡ് ടോയ്ലറ്റ് ലീക്കിങ് യഥാർത്ഥത്തിൽ ഒരു ക്രൈമിൽ അർത്ഥമാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവിധമായ പഠനങ്ങൾ ക്രിമിനോളജിയുടെ മേഖലയിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിമിനോളജിക്കൽ തിയറി ആൻഡ് ഫോഴ്സ്ഡ് ടോയ്ലറ്റ് ലീക്കിംഗ്, ജേർണൽ ഓഫ് ക്രൈം ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വർക്ക് നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് കോട്ട് ചെയ്യപ്പെടാനാണ്. ബ്രൈത്ത്വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിമിനോളജിക്കൽ സ്കോളറാണ് ആ വർക്ക് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരാളെ നമ്മൾ, അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒരാളെ ടോയ്ലറ്റിലേക്ക് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുമ്പോൾ ഹൈലി ഡീഹ്യൂമനൈസിങ് ആയ, ഹൈലി അൺഎത്തിക്കലായിട്ടുള്ള, ഒരു പക്ഷേ അറപ്പ് തോന്നുന്ന, മരവിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണത്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ അതേസമയം തന്നെ അത് നമ്മളെയാണ് ലിക്ക് ചെയ്യിക്കുന്നത് എങ്കിൽ നമുക്കത് ഡീഹ്യൂമനൈസിങ് ആയി. ഇപ്പോൾ എന്നെയാണ് ടോയ്ലറ്റ് നക്കിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നതെങ്കിൽ എനിക്കത് വളരെ ഡീഹ്യൂമനൈസിങ്ങും എനിക്കത് വളരെ മരവിപ്പിക്കുന്നതുമായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, പക്ഷെ എന്നെ നിർബന്ധിക്കുന്ന ആളോ, അതാണല്ലോ ക്രിമിനോളജിയിൽ ഏറ്റവും ഫണ്ടമെൻ്റൽ പ്രശ്നം. നിർബന്ധിക്കുന്നയാൾ ഏത് തരത്തിലുള്ള മാനസികമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അതിനെ നിർബന്ധിക്കുന്ന അവസ്ഥയിൽ കടന്നു പോകുന്നത്. ബ്രൈത്ത്വെയ്റ്റ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരം ആളുകൾക്ക് വളരെ ഒരു സെക്ഷൽ അർജ് തന്നെ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇമോഷൻ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വയലൻസിലൂടെ കിട്ടുന്നുണ്ട് എന്നാണ്. കാരണം അദ്ദേഹം ഒരു ഫ്രോയിഡിയൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ വയലൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസുകൾ അൺലീഷ് ചെയ്യപ്പെടുമ്പോൾ വലിയ ഒരു സെക്ഷൽ പൊട്ടൻഷ്യൽ തന്നെ, ഒരു രതിമൂർച്ചയുടേതായ ഒരു അനുഭൂതി തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം വയലൻസുകളിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്നുണ്ടെന്നാണ്. അത് പ്രധാനമായിട്ട് ഇത്തരം സാഡിസ്റ്റിക് ആയിട്ടുള്ള, സൈക്കോപാത്തിക് ആയിട്ടുള്ള ക്രൈമുകളിൽ അദ്ദേഹം എപ്പോഴും ഊന്നി ശ്രദ്ധിക്കുന്നൊരു കാര്യം, അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇത്തരം ആളുകൾ വളരെ ഇത്തരം വയലൻസുകളിൽ ഏർപ്പെടുമ്പോൾ ഒരു സെക്ഷൽ റിലീസിൻ്റേതായ അനുഭൂതി തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ, അദ്ദേഹം പറയുന്നത് ഈ ഫോഴ്സ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹൃദ്യമായൊരു പ്രതിഭാസം കൂടിയാണെന്നാണ്. കാരണം ഇത്തരം വയലൻസുകൾ യഥാർത്ഥത്തിൽ ഈ വയലൻസ് ചെയ്യുന്ന ആൾക്കതിൽ വലിയ ഒരു ആനന്ദം കണ്ടെത്തുന്നതായ ഒരു തലമുണ്ട്. അതല്ല, അധികാരത്തിൻ്റേതായ ഒരു തലമുണ്ട്, ലൈംഗികതയുടേതായ തലമുണ്ട്, അത്തരം തലങ്ങൾ അതിലുണ്ട്. അത് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് നമ്മൾ സവിശേഷമായിട്ട് വന്നാൽ ജാതിയെ, അല്ലെങ്കിൽ ജാതി ആക്രമണങ്ങൾ, മിക്കവാറും ഉന്നത ജാതിക്കാർ കീഴ്ജാതിക്കാർക്കെതിരെ, അല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ താഴ്ന്നവർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്? ടോയ്ലറ്റ് ലീക്കിങ്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനിങ് തുടങ്ങിയ ഫോം ഓഫ് ക്രൈംസ്, തുടങ്ങിയൊരു ക്രൈമിൻ്റെ ഒരു ഫോംസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ടോയ്ലറ്റ് അല്ലെങ്കിൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോയ്ലറ്റ് സ്വീപ്പിംഗ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ കാസ്റ്റ് റൂൾസ് പ്രകാരം ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാർക്ക്, അല്ലെങ്കിൽ ജാതി ശ്രേണിക്ക് പുറത്ത് നിൽക്കുന്നവർക്ക്, ചണ്ടാളർക്ക് വേണ്ടി നീക്കി വെച്ച ഒരു ജോലി കൂടിയാണ്. അപ്പോൾ അത്തരം ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കാസ്റ്റ് കോൺഷ്യസ്നെസ്സിനെ
ഒരു കാസ്റ്റ് സെൻറ്റിമെൻറ്റ്സിനെ അല്ലെങ്കിൽ ജാതീയമായ ഒരു ബോധതലത്തെ സവിശേഷമായി അവിടെ പ്രീതിപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്ത്യൻ ഒരു പ്രാഗ്മാറ്റിക്കൽ സെൻസിൽ പറയുകയാണെങ്കിൽ ബ്ലാക്ക് എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ്ലി അത് റേസുമായിട്ട് മാത്രമല്ല ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് കാസ്റ്റുമായിട്ട് കൂടി ഒരേ സമയം റിലേറ്റഡ് ആണ്. കാരണം ഇന്ത്യയുടെ ഒരു പൊതു പെർസെപ്ഷൻ പ്രകാരം യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കളർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, നിറം കുറവ് എന്ന് പറയുന്നത് ജാതിയിലേക്ക് ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ആസ്പെക്റ്റ് കൂടിയാണ് ഒരു കോമൺ സെൻസിനകത്ത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ബ്ലാക്ക് എന്ന് വിളിച്ച് ആക്രമിക്കപ്പെടുന്ന ഒരാളെ ടോയ്ലറ്റ് ലീക്കിങ്ങിന് കൂടി ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യത്തിൽ അതിന് പ്രഷർ ചെയ്യുമ്പോൾ അവിടെ കാസ്റ്റ് കോൺഷ്യസ്നെസ്സിൻ്റെതായ ഒരു എലമെൻ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പുറമെ എനിക്ക് ഒരുപക്ഷെ സവിശേഷമായിട്ട് തോന്നുന്നൊരു കാര്യം, ഭൂമധ്യരേഖയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നൊരു പ്രദേശമായ കേരളത്തിൽ എങ്ങനെയാണ് ശരിക്ക് ഫെയർനെസ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച്, ഫെയർനെസ് എന്നതിനെ മുൻനിർത്തി 2024-25 നടന്ന ക്രൈമുകൾ എന്ന് പറയുന്നത് അലാമിംഗ് ആയിട്ടുള്ള റേറ്റിലാണ് അത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മിഹിർ അഹമ്മദിൻ്റെ കേസ് നമുക്കെടുക്കാം. കുറച്ച് മുമ്പ് നിറം പോരാണെന്ന് പറഞ്ഞിട്ട് ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ആക്രമിക്കപ്പെടുകയും ശകാരിക്കപ്പെടുകയും മാനസികമായി ടോർച്ചർ ചെയ്യപ്പെട്ടൊരു സ്ത്രീയുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രയോ വാർത്തകൾ ഈ കേരളത്തിൽ പോലും നമ്മൾ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും അലാമിംഗ് ആയ ഒരു റേറ്റിൽ യഥാർത്ഥത്തിൽ അത് കൂടുന്നത്? ഫെയർനെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്രയും, ഒരാൾ ഫെയർ ആയിരിക്കണം എന്ന് പറയുന്നത് ഓക്കെ, വേണമെങ്കിൽ മനസ്സിലാക്കാന്നേലും വെക്കാം. പക്ഷേ ഫെയർ അല്ലാത്ത ആളുകൾ ഒരു നൈതികമായി ട്രീറ്റ് ചെയ്യപ്പെടാൻ പോലും അർഹമല്ല എന്ന് വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കോൺഷ്യസ്നസ് വർക്ക് ചെയ്യുന്നത്? തീർച്ചയായും ജാതിയുടെ എലമെൻ്റ് അതിലുണ്ട്, ഒബ്വിയസ്ലി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ അതേസമയം തന്നെ കേരളത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൂമധ്യരേഖയോട് ചേർന്ന് എടുക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഫെയർ അല്ലാത്ത, നമ്മളെയൊക്കെ പോലെ ഫെയർ അല്ലാത്ത സ്കിന്നുകൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ കോമൺ ആയ ഒരു സാധനമാണ്. അത് കുറേ കൂടി ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിലൊരു പക്ഷേ മാർക്കറ്റിൻ്റേതായ, ഇപ്പോൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രി പോലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുള്ള മാർക്കറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഐഡിയലായ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഫെയർനെസ്സിലും അത്തരം എലമെൻറ്റുകളിലും ഊന്നി നിൽക്കുന്ന ഒന്നാണ് എന്നുള്ള ഒരു വ്യാജമായ ഒരു പ്രൊപ്പഗണ്ട യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാർക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് നമ്മുടെ കൺമുന്നിലേക്ക് ഫ്ലഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അത് കുറേ കൂടി സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോടുകൂടി അത് വലിയ രീതിയിൽ എക്സാസർബേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ വളരെ മോശമായൊരവസ്ഥയിലേക്ക് ആ ഒരു കൺവിക്ഷൻ നമുക്ക് മാറിയിട്ടുണ്ട്. അതൊരു കോമൺ നോളജായും, ഇൻഫാക്റ്റ് ആ സൗന്ദര്യത്തിന് പുറത്തു നിൽക്കുന്ന ആളുകൾ ഫെയറായി ട്രീറ്റ് ചെയ്യപ്പെടാൻ പോലും അർഹമല്ല എന്ന വിധത്തിൽ പോലും ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ, ഒരു മാനസിക ഘടന കേരളത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇത്രയധികം ക്രൈമുകൾ കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അനവധിയായ സൗന്ദര്യ സങ്കല്പങ്ങളെ കൂടി, മാർക്കറ്റിൻ്റെ ഏകമാനമായ ഒരു സൗന്ദര്യ സങ്കല്പത്തിന് ഉപരിയായി നിൽക്കുന്ന അനവധിയായ സൗന്ദര്യ സങ്കല്പങ്ങളെ കൂടി നാം ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടി നാം സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മാർക്കറ്റിനെതിരായിട്ടൊരു സ്ട്രാറ്റജി എന്ന നിലയിൽ കൂടി. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത്, ഐ ബിലീവ് ദ മാർക്കറ്റ് ഈസ് കോംപ്ലിസിറ്റ് ഇൻ ദിസ് ക്രൈംസ്. കാരണം ഭൂമധ്യരേഖയോട് ചേർന്ന് നിൽക്കുന്ന, വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജനത അവർ ഫെയർ സ്കിൻ ഇത്രയും അനിവാര്യമാണെന്നും അതില്ലാത്തവർ മുഴുവൻ മാന്യമായി ട്രീറ്റ് ചെയ്യപ്പെടാൻ പോലും അർഹരല്ല എന്ന് വിചാരിക്കുന്ന ഒരു മാനസിക ഘടനയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജാതിയുടെ എലമെൻ്റ് അതിനോടൊപ്പം ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയും മാർക്കറ്റിൻ്റെ എലമെൻ്റ് കൂടി അതിനകത്തുണ്ട്. കാരണം കോസ്മെറ്റിക് ഇൻഡസ്ട്രി, അതിൻ്റെ പരസ്യങ്ങൾ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ, അതിൻ്റെ വ്യാപകമായിട്ടുള്ള പ്രൊപ്പഗണ്ടകൾ അത്ര അധികം കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു ജനതയായതുകൊണ്ട് കൂടിയാണ് അത് സാർവത്രികമായോ സാർവലൗകികമായോ ഈ ഫെയർനെസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡായി, ഒരു ഹാൻഡ്സംനെസ്സിൻ്റെ സ്റ്റാൻഡേർഡായി നമ്മൾ പരിഗണിക്കുന്നു. അല്ലാത്ത പക്ഷം അങ്ങനെ പരിഗണിക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ സാധ്യതയുള്ളൊരു ജനതയല്ല കേരള സമൂഹം. കാരണം കേരളത്തിലെ ഭൂപ്രകൃതി അത്തരം ഒരു ധാരണയെ സാധൂകരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് നമ്മളൊന്ന് റിക്യാപ്പിറ്റുലേറ്റ് ചെയ്താൽ, മിഹിർ അഹമ്മദിൻ്റെ കേസിൽ നമുക്ക് ജാതിയുടേതും മാർക്കറ്റിൻ്റേതും സാമ്പത്തികവും സാംസ്കാരികവും മറ്റ് പല രീതിയിലുള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തെ സാധ്യമാക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ അനവധിയായ, ഒരു പക്ഷേ ഞാനും നിങ്ങളും ഒക്കെ കൊണ്ടു കിടക്കുന്ന അങ്ങേയറ്റം സാഡിസ്റ്റിക് ആയിട്ടുള്ള എലമെൻറ്റുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ക്രൈമാണ്. അത് ഒരു വിക്ടിമിൽ തുടങ്ങുകയും 2 കൾപ്രിറ്റ്സിൽ അവസാനിക്കുകയും ചെയ്യുന്ന 3 പേരോ 4 പേരോ മാത്രമടങ്ങുന്ന ഒരു ഇവൻ്റ് അല്ല അത്. മറിച്ച് പൊതുസമൂഹത്തിന് മുഴുവൻ അതിൽ കാതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരം വിശാലമായ മാറ്റങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് കുറേ കൂടി മെച്ചപ്പെട്ട
ക്രൈമിനെ ലഘൂകരിക്കുന്ന, കുറേ കൂടി ക്രൈം റേറ്റ് കുറഞ്ഞ, സുരക്ഷയുള്ള ഒരു സമൂഹത്തെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി പിന്നൊരു ദിവസം കാണാം.